വിജയ് സിദ്ധാർത്ഥ, മനോജ് പാർമർ, ബി.കെ. ബൻസൽ, ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി.ജെ. റോയ്. ഇന്ത്യൻ ബിസിനസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനിടെ സമാനമായ സാഹചര്യത്തിൽ ജീവനൊടുക്കിയവരുടെ പേരുകളെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. മധ്യപ്രദേശിലെ പ്രമുഖ വ്യവസായിയായ മനോജ് പാർമറിനെയും കുടുംബത്തെയും 2024 ഡിസംബറിലാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. തന്റെ മരണത്തിന് ഇഡിയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും സമ്മർദ്ദമാണ് കാരണമെന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണമായി ഉണ്ടായിരുന്നു. സിവിൽ ഏവിയേഷൻ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ബി.കെ. ബൻസൽ. ഇന്ത്യൻ സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മുതിർന്ന മേധാവിയായിരിക്കുന്ന സമയത്ത് അഴിമതി ആരോപണം നേരിടുകയും CBI അന്വേഷണം നേരിടുകയും ചെയ്തു. താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ CBIക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹവും കുടുംബവും ആത്മഹത്യ ചെയ്തു. ഇന്ത്യൻ ബിസിനസ് ലോകത്തെ കോഫി കിങ് എന്നറിയപ്പെട്ടിരുന്ന വിജയ് സിദ്ധാർത്ഥ മംഗളൂരുവിൽ നിന്ന് നേത്രാവതി പുഴയിൽ ചാടി പെട്ടെന്നൊരു ദിവസം അദ്ദേഹം ജീവനൊടുക്കി. ആദായ നികുതി വകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സമ്മർദ്ദവും തന്റെ ഓഹരികൾ കണ്ടുകെട്ടിയതും മാനസികമായി തകർത്ത് കളഞ്ഞെന്ന് അദ്ദേഹം തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നു. ഈ സമാനമായ സാധ്യതകളാണ് സി.ജെ. റോയിയുടെ ആത്മഹത്യക്ക് പിന്നിലെന്നുമുള്ള സംവാദങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇപ്പോൾ ഉയരുകയാണ്. ഇവരുടെ മരണങ്ങൾക്ക് ശേഷമുള്ള ചർച്ചകളിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇങ്ങനെയൊക്കെയാണ്. അന്വേഷണ ഏജൻസികളിൽ നിന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി എന്ന നിയമ സിദ്ധാന്തം, ഉദ്യോഗസ്ഥർ നേരിടുന്ന ട്രയൽ ബൈ മീഡിയ ആൻഡ് സോഷ്യൽ പ്രഷർ, പദവിയും വിദ്യാഭ്യാസവും സാമൂഹിക അംഗീകാരവും പ്രതിസന്ധികളെ അതിജീവിച്ചവരുടെ മനസ്സും ഒറ്റപ്പെട്ടേക്കാം. നീതിപാലനത്തിന് മനുഷ്യാവകാശവും മാനുഷികതയും വേണമെന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും.